ജീവിതത്തിലെ അതിനിർണായകമായ ഒരു സുവർണ കാലഘട്ടത്തിലേക്കാണ് പുണർദം നക്ഷത്രക്കാർ 2026 വിഷു മുതൽ കടക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭം, ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വന്തമായൊരു വീട്, പുത്തൻ വാഹനം എന്നീ വലിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം, വർഷങ്ങളായുള്ള കടബാധ്യതകളിൽ നിന്നുള്ള പൂർണ്ണ മോചനം, അങ്ങനെ നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഒട്ടേറെ വലിയ ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. മിഥുനം, കർക്കിടകം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഇത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയുടെയും അനുകൂലമായ ശനിമാറ്റത്തിൻ്റെയും കാലമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു വിസ്മയകരമായ വർഷമാണിത്. ചുരുക്കത്തിൽ, കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതങ്ങൾക്കെല്ലാം പലിശ സഹിതം ഭാഗ്യം തിരികെ ലഭിക്കുന്ന ഒരു പുതിയ വർഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനും ഭാഗ്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഈ ജ്യോതിഷചിന്ത നിങ്ങളെ സഹായിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനവും മാറ്റങ്ങളും. ശനിയുടെ സുവർണ സഞ്ചാരം. ഈയൊരു വർഷക്കാലം മുഴുവൻ, അതായത് 2027 പകുതി വരെ, കർമ്മകാരകനായ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. പുണർദം നക്ഷത്രത്തിലെ മിഥുനം രാശിക്കാർക്ക് 10ാം ഭാവത്തിലും കർക്കിടകം രാശിക്കാർക്ക് 9ാം ഭാവത്തിലുമാണ് ശനി വരുന്നത്. 10ലെ ശനി അഥവാ കർമ്മശനി നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും നിലവിലെ ജോലിയിൽ ഇരട്ടി ലാഭം നേടാനും ഇത് നിങ്ങളെ സഹായിക്കും. തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും. 9ലെ ശനി ഭാഗ്യസ്ഥാനത്തെ ഉണർത്തും. നിങ്ങളുടെ ചിരകാല സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്ന അത്ഭുതം ഈ വർഷം നിങ്ങൾ കാണും. വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ. പുണർദം നക്ഷത്രത്തിൻ്റെ നാഥൻ കൂടിയാണ് വ്യാഴം. 2026 ജൂൺ 2-ന് വ്യാഴം കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. ധൈര്യവും ആത്മവിശ്വാസവും വല്ലാതെ വർദ്ധിക്കും. ജോലി സംബന്ധമായി പുതിയ മാറ്റങ്ങൾ, വിദേശയാത്രകൾ എന്നിവയ്ക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. തുടർന്ന് 2026 ഒക്ടോബർ 31-ന് വ്യാഴം ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. പുതിയ വീട് വയ്ക്കാനോ പ്രോപ്പർട്ടി വാങ്ങാനോ ആഡംബര വാഹനം സ്വന്തമാക്കാനോ ഈ സമയം നിങ്ങളെ വലിയ തോതിൽ സഹായിക്കും. രാഹു കേതു മാറ്റങ്ങൾ. 2026 ഡിസംബർ വരെ രാഹു കുംഭത്തിലാണ്. കർമ്മരംഗത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും പ്രശസ്തി അത്യുന്നതങ്ങളിലെത്തും. ഡിസംബർ ആദ്യവാരം രാഹു മകരത്തിലേക്കു മാറുന്നതോടെ ഭാഗ്യം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമാകും. പിതാവിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകാൻ ഈ രാഹുമാറ്റം കാരണമാകും. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ. തൊഴിൽ, സാമ്പത്തികം. പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഈ വർഷമുണ്ടാകില്ല. വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് വലിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുതരും. ബിസിനസ് ചെയ്യുന്നവർക്ക് മുൻപെന്നുമില്ലാത്ത വിധം ലാഭം കൊയ്യാം. IT, കോർപ്പറേറ്റ്, സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ പ്രമോഷനും ശമ്പളവർദ്ധനവും ലഭിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതാണ്. കുടുംബം, പ്രണയം, വിവാഹം. നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനമുള്ളതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും. വിവാഹം വൈകുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം, പ്രത്യേകിച്ച് ജൂണിനു ശേഷം, വളരെ അനുകൂലമാണ്. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തും. കുടുംബത്തിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സമാധാനം തിരികെ ലഭിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ജൂണിനു ശേഷം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകും. മത്സര പരീക്ഷകളിൽ ഉന്നത റാങ്ക് നേടാൻ ഈ വർഷം സാധിക്കും. ആരോഗ്യം.
പൊതുവെ വളരെ മികച്ച ആരോഗ്യനിലയായിരിക്കും. പഴയ അസുഖങ്ങൾക്ക് ശമനം ലഭിക്കും. എങ്കിലും ഒക്ടോബറിനു ശേഷം ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. വ്യായാമം ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഓരോ മാസവും സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. മേടം, ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ. വിഷുവിനോടനുബന്ധിച്ചുള്ള ഈ തുടക്കത്തിൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. ഈ സമയത്ത് ആർക്കും വലിയ തുക കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടവം, മെയ് 15 മുതൽ ജൂൺ 14 വരെ. നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജവും പതുക്കെ വർദ്ധിക്കുന്ന മാസമാണിത്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും. എന്നാൽ അനാവശ്യമായ ദേഷ്യവും അഹങ്കാരവും ഈ മാസം കർശനമായി ഒഴിവാക്കണം. മിഥുനം, ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിലേക്ക് മാറുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണിത്. സാമ്പത്തിക വരവ് വല്ലാതെ വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ അനുകൂല മാസം. കർക്കിടകം, ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ. നിങ്ങളുടെ ധൈര്യവും കാര്യശേഷിയും വർദ്ധിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാൻ ഈ സമയം അനുകൂലമാണ്. ചിങ്ങം, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ. സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം കൊയ്യാൻ ഈ മാസം സാധിക്കും. സർക്കാർ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. അമ്മയുടെ ആരോഗ്യത്തിൽ അനുകൂലമായ പുരോഗതിയുണ്ടാകും. കന്നി, സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ വലിയ ധനലാഭം നൽകും. ഷെയർ മാർക്കറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. തുലാം, ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ. കടബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ സാധിക്കുന്ന മികച്ച മാസമാണിത്. ശത്രുശല്യവും രോഗദുരിതങ്ങളും കുറയും. പുതിയ ജോലിക്കോ താമസസ്ഥലം മാറാനോ കാരണമാകാം. വൃശ്ചികം, നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ. ബിസിനസ് പങ്കാളികളുമായോ ജീവിത പങ്കാളിയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പണമിടപാടുകളിൽ വ്യക്തത വരുത്തണം. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ധനു, ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെ. അനാവശ്യ യാത്രകൾ കർശനമായി ഒഴിവാക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോഴും രാത്രിയാത്രകളിലും കടുത്ത ജാഗ്രത വേണം. ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. മകരം, ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെ. രാഹുമാറ്റം കഴിഞ്ഞുവരുന്ന ഈ മാസം മുൻമാസത്തെ ബുദ്ധിമുട്ടുകൾ മാറ്റി ഭാഗ്യം നൽകും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണിത്. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. പിതാവിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ ലഭിക്കും. കുംഭം, ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ. നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതാപം വർദ്ധിപ്പിക്കും. ജോലിയിൽ വലിയ ഉയർച്ചയും പ്രമോഷനും പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും മേലധികാരികളിൽ നിന്ന് വലിയ പ്രശംസ ലഭിക്കുന്ന മാസമാണിത്. മീനം, മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെ. ഈ വിഷുവർഷത്തിൻ്റെ അവസാന മാസം നിങ്ങൾക്ക് ഏറ്റവും തിളക്കമാർന്നതാണ്. വലിയ ധനലാഭവും സർവകാര്യവിജയവും നൽകും. ഏറെ കാലമായി പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഈ മാസത്തോടെ യാഥാർത്ഥ്യമാകും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊരു പൊതുവായ ഗോചരഫലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ അനുകൂല ഗ്രഹങ്ങളുടെ ദശയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങൾ ഇരട്ടിയാകും. ഈ സുവർണ കാലഘട്ടത്തിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ പുണർദം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ ഇവയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ നാഥൻ വ്യാഴമാണ്. അതിനാൽ വ്യാഴാഴ്ചകളിൽ ഉപവാസമെടുക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും അത്യുത്തമമാണ്.
മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്ക് മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങളോ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളോ ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഭാഗ്യനിറങ്ങൾ മഞ്ഞ, വെള്ള, ഇളം പച്ച എന്നിവയാണ്. പ്രധാന കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാൻ അനുകൂല ദിവസങ്ങളായി കണക്കാക്കുന്നത് വ്യാഴം, തിങ്കൾ, വെള്ളി എന്നിവയാണ്. വരാൻ പോകുന്ന 2026-27 വിഷുവർഷം പുണർദം നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും സമ്പത്തും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.